ഹലോ ഗൈസ്, അപ്പോൾ 3 മണിയാകുമ്പോഴേക്കും നമ്മുടെ സോറമ്മ ചോളപ്പരിയും തക്കാളി കറിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയല്ല, പരിപ്പും ചീരിയും കറി. അപ്പോൾ നമ്മുടെ മാൾക്കുട്ടി അപ്പോഴേക്കും നമ്മുടെ മണിക്കുട്ടന് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വേഗം ക്ലീനൊക്കെ ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അടിക്കുന്നത് നമ്മൾ പാലും ബൂസ്റ്റും പിന്നെ പഞ്ചസാര ആവശ്യത്തിന് കേട്ടോ. പിന്നെ ഇത്തവണ ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മണിക്കൂട്ടിന് അധികം ഐറ്റംസ് ഒന്നും ഇടാണ്ടിരിക്കണതാണ് നല്ലതെന്നും പറഞ്ഞു. 2 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ടു. ഏലക്കായി 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അടിച്ച് എന്നുവെച്ചാൽ മണിക്കൂട്ടിന് ജ്യൂസ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അവൻ അല്ലാണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം മാള് പറയണ്ടായി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ 2 പഴയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവൊക്കെ ഉണ്ടായിട്ടാണ്. പിന്നെ എല്ലാവർക്കും എല്ലാവരുടേതായ ബാധ്യതകളായപ്പോൾ പിന്നെ വരവും പോക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇത് വഹിദ മമ്മാണി, അത് സഫീ മമ്മാണി. അപ്പോൾ രണ്ടാളും അങ്ങനെ നമ്മുടെ മണിക്കൂട്ടിനൊക്കെ വെയ്യാന്ന്, അമ്മാമ്മക്കൊക്കെ വെയ്യാന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. അങ്ങനെ അവരുടെ ഒരുപാട് നേരം അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അടുത്ത ഗസ്റ്റ് എത്തി. നമ്മുടെ മാളുക്കുട്ടിയുടെ അനിയത്തിയും ഭർത്താവായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തില്ല. നമ്മുടെ മുട്ട ദോശ അവർക്കും പരീക്ഷിക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ദോശ കഴിച്ച് അവരും ഒരു പാട്ടൊക്കെ പാടി ജ്യൂസൊക്കെ കുടിച്ച് ഉണ്ണിക്കുട്ടൻ്റെ കുറച്ച് കുറുമ്പൊക്കെ പറഞ്ഞ് സഫ്നെ കുറച്ച് തള്ളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൊക്കെ വെച്ചതേ അവരുടെ ലാത്തിയടിയും കഴിഞ്ഞ് അവരും പോവാൻ സമയമായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.